എൻ്റെ പേര് ഡോക്ടർ പ്രഷാദ്, കൗൺസിൽ സൈക്കോളജിസ്റ്റ്, പാലക്കാട്. ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ ചാനലിൻ്റെ പേരാണ് ഫുഡ് ഫോർ തോട്ട്, അതായത് ചിന്തയ്ക്ക് ഒരു ഭക്ഷണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ദുരഭിമാനത്തിൻ്റെയൊക്കെ സാക്ഷ്യപത്രങ്ങളായിട്ടുള്ള ഒരുപാട് ദുരിത ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ടൈറ്റിലിൻ്റെ പേര് ഞാൻ ശ്രദ്ധിക്കുന്നത് അസൂയയുടെ വില 2 കോടി എന്നാണ്. മിക്കവരും വീട് നിർമ്മിക്കുന്നതും കാറ് വാങ്ങുന്നതും അതിനു വേണ്ടി മാത്രമാണ്. നമ്മുടെ സ്റ്റാറ്റസ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരിൽ അസൂയ ജനിപ്പിക്കാനും കൂടിയല്ലേ. ചിന്തിച്ചു, ഒരാൾ 1.5 കോടി രൂപ ചെലവാക്കി വീട് നിർമ്മിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന അസൂയയ്ക്ക് അയാളുടെ കോഴ്സ് എങ്ങനെ 1.5 കോടി രൂപയുണ്ട്. ധാരാളം കള്ളപ്പണമോ അല്ലെങ്കിൽ വലിയ സംരംഭങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ധനലാഭം കൊണ്ടോ വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് അഫോർഡബിലിറ്റിയുടെ പരിധിക്കുള്ളിൽ നിന്നുമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിലൊരു ലോജിക്കുണ്ട്. ബാങ്ക് ലോണ്, സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നുള്ള കടങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള കടങ്ങൾ വാങ്ങിയായിരിക്കും മിക്കവരും ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ മനസ്സമാധാനത്തോടെ കഴിയാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ അസൂയ നേടിയിട്ട് സ്വന്തം മനസ്സമാധാനം നഷ്ടപ്പെടുത്തി എന്ന കാര്യം. അപ്പർ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന മാസവരുമാനക്കാരും കൃത്യമായ റെഗുലർ ഇൻകം ഇല്ലാത്ത പ്രൊഫഷൻസും ആണ് കൂടുതലും ഈ വിഭാഗത്തിൽപ്പെടുന്നത്. അടുത്ത കാലത്തായി കൂടി വരുന്ന മറ്റൊരു പ്രവണതയുണ്ട്. പുതിയ വീടുകളും കാറുകളും ഒക്കെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ജപ്തി നടപടികൾ കാരണം അവർക്ക് ഉടമയായിട്ട് നഷ്ടപ്പെടുന്ന പ്രവണത കൂടിക്കൊണ്ട് വരുന്നുണ്ട്. 4-5 വർഷം മാത്രം പഴക്കമുള്ള വീടുകളുടെയും കാറുകളുടെയും അതിശയിപ്പിക്കുന്ന വിലക്കുറവ് മേൽപ്പറഞ്ഞ അവസ്ഥയിലേക്ക് എന്നെ വിവരിക്കുന്നുണ്ട്. ദുരഭിമാനം മൂത്ത് കിഡ്നി വിറ്റാണെങ്കിലും ബെൻസ് കാറിന് EMI അടയ്ക്കാൻ ഇക്കൂട്ടർ ചിലപ്പോൾ തയ്യാറായേക്കാം. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ബെൻസ് കാർ സർവീസ് ചെയ്തതിൻ്റെ പണം അടയ്ക്കാൻ വേണ്ടി തൻ്റെ കൈവശമുള്ള ചെറിയ കാർ വിൽക്കാൻ നിർബന്ധിതമായ കാര്യം എനിക്കറിയാം. അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഫുഡ് ഫോർ തോട്ട് എന്നുള്ള ചാനലിലൂടെ ഞാൻ ഇതിപ്പോൾ അവതരിപ്പിച്ച് വയ്ക്കുകയാണ്. ദയവേത് നിങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഗുഡ് ബൈ.